സ്ത്രീകളിലെ യൂട്രൈൻ ഫൈബ്രോയിഡ്സ് വരാൻ സാധ്യത ആർക്കൊക്കെയാണ്? യൂട്രസിൽ ഉണ്ടാവുന്ന ക്യാൻസറസ് അല്ലാത്ത മുഴകളെയാണ് ഫൈബ്രോയിഡ്സ് എന്ന് പറയുന്നത്. പ്രായം കൂടുന്തോറും ഫൈബ്രോയിഡ്സ് വരാനുള്ള സാധ്യത കൂടുതലായി കാണപ്പെടുന്നു. 30 വയസ്സിന് ശേഷം 50 വയസ്സിന്റെ ഇടയിലാണ് കൂടുതലായിട്ട് ഫൈബ്രോയിഡ്സ് കാണുന്നത്. ആർത്തവ വിരാമത്തോടനുബന്ധിച്ച് അതിന് തൊട്ട് മുന്നിലുള്ള കുറച്ച് വർഷങ്ങൾ, അതായത് പെരിമെനോപോസ് സമയത്താണ് ഈ ഫൈബ്രോയിഡ്സ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ആർത്തവം നിൽക്കുന്നതോടുകൂടി ഈസ്ട്രജന്റെ അളവ് കുറയുകയും ഈ പല ഫൈബ്രോയിഡ്സും ചുരുങ്ങിപ്പോവുകയും ചെയ്യാറുണ്ട്. സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്ക്, അതായത് അമ്മയ്ക്കോ സഹോദരിമാർക്കോ ഗ്രാൻഡ് മദറിനോ ഒക്കെ ഫൈബ്രോയിഡിന്റെ ഹിസ്റ്ററി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള സാധ്യത 3 ഇരട്ടിയാണ്. അമിതവണ്ണമുള്ള ആളുകളിൽ ഫൈബ്രോയിഡ്സ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അമിതമായിട്ട് കൊഴുപ്പ് അടിഞ്ഞുകൂടുമ്പോൾ അത് ഈസ്ട്രജൻ പ്രൊഡ്യൂസ് ചെയ്യുകയും അങ്ങനെ ഫൈബ്രോയിഡ്സിന്റെ സാധ്യത കൂടുകയും ചെയ്യുകയാണ്. നമ്മുടെ ഫുഡ് ഹാബിറ്റ്സിനും നമ്മുടെ ലൈഫ് സ്റ്റൈലിനൊക്കെ വലിയ റോളുണ്ട്. നന്നായിട്ട് റെഡ് മീറ്റ്സ് കഴിക്കുക, അതുപോലെ പ്രോസസ്ഡ് ഫുഡ് അമിതമായിട്ട് കഴിക്കുന്നവരിലൊക്കെ ഫൈബ്രോയിഡിന്റെ സാധ്യത കൂടുതലാണ്. വൈറ്റമിൻ ഡി കുറവുള്ളവരിലും ഫൈബ്രോയിഡിന്റെ സാധ്യത കൂടുതലാണ്. പിന്നെ പീരീഡ്സ് നേരത്തെ തുടങ്ങിയ സ്ത്രീകളിൽ, അതുപോലെ കുട്ടികളുടെ എണ്ണം ഒക്കെ കുറവുള്ള ആളുകളിലൊക്കെ ഫൈബ്രോയിഡിന്റെ സാധ്യത കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. യൂട്രൈൻ ഫൈബ്രോയിഡ്സിനെ കുറിച്ച് നമുക്ക് കൂടുതൽ സംസാരിക്കാം. ഫോളോ ഫോർ മോർ.